നമ്മൾ ആദ്യം ഒരു AVT ചെയ്യാൻ തുടങ്ങുമ്പോൾ വിൽ ബി 1-to-1 കോൺവെർസേഷൻ. അപ്പോൾ 1-to-1 കോൺവെർസേഷൻ വിത്തൗട്ട് ലിപ് റീഡിങ്, അതാണ് നമ്മൾ ബേസിക്കലി ആദ്യം നോക്കുന്നത്. അടുത്തിരുന്ന് പറഞ്ഞിട്ട് ഈ ചുണ്ട് കാണാതെ എന്തുമാത്രം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നത് പുറകിലിരിക്കും, ബിഹൈൻഡ് ഇരുന്നിട്ട് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുതൽ വരുമ്പം അവിടെ നിന്ന് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നോയ്സ് വരുമ്പോൾ, അതായത് നമ്മൾ സ്പീക്കേഴ്സിലോ എക്സ്റ്റേണൽ നോയ്സ് കൊടുക്കുമ്പോഴോ എന്തുമാത്രം. പിന്നെ വരുന്നതാണ് വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ട കാര്യം എന്തുമാത്രം ബ്രെയിനിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വീണ്ടും ആക്സസ് ചെയ്യും. അപ്പം നമ്മൾ ഇപ്പോൾ പറയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ബ്രെയിനിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് കാരണമാണ് ഇപ്പോൾ ഡിമെൻഷ്യ, മെമ്മറി ലോസ്, കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഇതെല്ലാം വരുന്നത്. ഹിയറിംഗ് ലോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നതാണ്. അപ്പം അതിനെ നമ്മൾ പുഷ് ചെയ്താൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.